2024 സീസണിൽ പ്ലേ ഓഫ് യോഗ്യതയ്ക്ക് അരികിലാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ്. കഴിഞ്ഞ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെ തകർത്തതോടെ ടീമിന്റെ പോയിന്റ് നേട്ടം 16-ലെത്തി. ഒരു കളിയിൽ കൂടി വിജയിച്ചാൽ പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കാൻ റോയൽസിന് സാധിക്കും. ആധികാരിക പ്രകടനങ്ങളും വിജയങ്ങളുമാണ് ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസ് കാഴ്ചവെക്കുന്നത്. ആദ്യ 9 കളികളിൽ 8ലും വിജയിക്കാൻ സാധിച്ചത് ചെറിയ കാര്യമല്ല. ഇതേ ഫോം തുടരുകയാണെങ്കിൽ രണ്ടാം IPL കിരീടം ഇത്തവണ രാജസ്ഥാന്റെ ഷെൽഫിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അതേസമയം രാജസ്ഥാൻ കിടിലൻ ഫോമിൽ ജയിച്ച് മുന്നേറുമ്പോൾ എടുത്തു പറയേണ്ടത് രാജസ്ഥാൻ അവരുടെ യുവതാരങ്ങൾക്ക് നൽകിയ പിന്തുണയാണ്. 1-2 പരാജയങ്ങളുടെ പേരിൽ പ്ലേയിംഗ് 11-ൽ അഴിച്ചുപണി നടത്താതെ മോശം ഫോമിലായ താരങ്ങളെ തുടർച്ചയായി ബാക്ക് ചെയ്യാനുള്ള രാജസ്ഥാന്റെ തീരുമാനമാണ് അവരുടെ തലവര മാറ്റിമറിച്ചത്. ഇതിന് മുഴുവൻ ക്രെഡിറ്റും നൽകേണ്ടത് ക്യാപ്റ്റൻ സഞ്ജു സാംസണിനും പരിശീലകൻ കുമാർ സംഗക്കാരയ്ക്കുമാണ്. പ്രധാനമായും 3 കളിക്കാർക്ക് രാജസ്ഥാൻ ഇത്തവണ നൽകിയ പിന്തുണയാണ് എടുത്തു പറയേണ്ടത്. മിന്നും ഫോമിൽ IPL 2024 സീസണിൽ എത്തിയ ഇന്ത്യൻ യുവ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ ഈ സീസണിന്റെ തുടക്കത്തിൽ തുടർച്ചയായി നിരാശപ്പെടുത്തുന്നതാണ് ആരാധകർ കണ്ടത്. സീസണിലെ ആദ്യ 7 കളികളിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നാൽ യശസ്വിയിലുള്ള പ്രതീക്ഷ രാജസ്ഥാൻ കൈവിട്ടില്ല. അദ്ദേഹത്തിന് പരസ്യ പിന്തുണയുമായി ക്യാപ്റ്റൻ സഞ്ജു സാംസണും രംഗത്തെത്തി. ജയ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ നടന്ന 8ാം മത്സരത്തിൽ സെഞ്ചുറി നേടിക്കൊണ്ടാണ് തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് ജയ്സ്വാൾ റോയൽസ് മാനേജ്മെന്റിനോട് നന്ദി പറഞ്ഞത്. ലീഗ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കവേ ജയ്സ്വാൾ ഫോമിലായത് രാജസ്ഥാൻ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വലിയ പ്രതീക്ഷയോടെ ഇക്കുറി IPL-ലെത്തി തുടക്ക മത്സരങ്ങളിൽ തുടർച്ചയായി പരാജയപ്പെട്ട താരമാണ് ധ്രുവ് ജുറൽ. ആദ്യ 8 കളികളിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ 5 ഇന്നിംഗ്സുകളിൽ നിന്ന് 50 റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ഈ സമയം ജൂറലിനെ പ്ലേയിംഗ് 11-ൽ നിന്ന് മാറ്റണമെന്ന തരത്തിൽ ആരാധകർ അഭിപ്രായങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ജൂറലിനെ പ്രതിഭയെ അറിയാമായിരുന്ന സഞ്ജുവും സംഘക്കാരെയും അദ്ദേഹത്തിന് വീണ്ടും അവസരം നൽകുകയായിരുന്നു. ലക്നൌവിനെതിരായ അവസാന മത്സരത്തിൽ കിടിലൻ അർദ്ധ സെഞ്ചുറി നേടി ജൂറൽ ഫോമിലെത്തി. ക്യാപ്റ്റൻ സഞ്ജു സാംസണിനൊപ്പം റെക്കോർഡ് കൂട്ടുകെട്ട് പടുത്തുയർത്തിയ ജൂറൽ ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കും വഹിച്ചു. വേറെ ഏത് ടീമിലായിരുന്നെങ്കിലും ഇതിനകം പ്ലേയിംഗ് 11-ൽ നിന്ന് പുറത്താകാൻ സാധ്യതയുണ്ടായിരുന്ന ജൂറലിന് രാജസ്ഥാൻ നൽകിയ പിന്തുണയാണ് ഫോമിലേക്ക് തിരികെ എത്താൻ സഹായിച്ചത്. റിയാൻ പരാഗിന് രാജസ്ഥാൻ നൽകിയ പിന്തുണയാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ സീസണുകളിലൊന്നും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചിട്ടില്ലാത്ത താരത്തിന് 4ാം നമ്പർ റോൾ നൽകിയാണ് റോയൽസ് ഇക്കുറി വിശ്വാസം കാണിച്ചത്. കരിയർ ബെസ്റ്റ് പ്രകടനങ്ങളിലൂടെയാണ് പരാഗ് ഇതിന് നന്ദി പറഞ്ഞത്. ഈ സീസണിൽ ഇതിനകം കളിച്ച 9 മത്സരങ്ങളിൽ നിന്ന് 332 റൺസ് നേടി ഉജ്ജ്വല ഫോമിലാണ് പരാഗ് ഇപ്പോൾ. പരാഗിന് ബാക്ക് നൽകി അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം കൊണ്ടുവരാൻ രാജസ്ഥാനും സാധിച്ചു. ഈ സീസണിൽ ടീമിന്റെ തലവര മാറ്റിയതിന് പിന്നിൽ പ്രധാന പങ്ക് വഹിച്ചതും പരാഗിനെ 4ാമതായി കളിപ്പിച്ച റോയൽസിന്റെ തീരുമാനമാണ്. നിലവിൽ 9 കളികളിൽ 16 പോയിന്റുള്ള രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരം മെയ് 2-ാം തീയതിയാണ്. കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഈ കളിയിൽ അവരുടെ എതിരാളികൾ. സൺറൈസേഴ്സിനെതിരെ വിജയിച്ചപ്പോൾ പ്ലേ ഓഫ് യോഗ്യത ഉറപ്പിക്കാനും സഞ്ജുവിന്റെ ടീമിന് സാധിക്കും. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിൽ ഉജ്ജ്വല ഫോമിലാണ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ കളിക്കുന്നത്. സീസണിൽ കളിച്ച ആദ്യ 9 കളികളിലും 8ലും ജയിച്ച അവർ ഗുജറാത്ത് ടൈറ്റൻസിനോട് മാത്രമാണ് പരാജയപ്പെട്ടത്. അതും അവസാന ബോൾ ത്രില്ലറിലാണ് സഞ്ജുവും ടീമും പരാജയം സമ്മതിച്ചത്. ഇനി 5 മത്സരങ്ങളാണ് ലീഗിൽ അവർക്ക് ബാക്കി നിൽക്കുന്നത്. ഇതിൽ ഒരു കളി വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിക്കാനും സാധിക്കും. നിലവിലെ ഫോമിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആദ്യ 2 സ്ഥാനക്കാരിൽ ഒരാളായി ലീഗിൽ ഫിനിഷ് ചെയ്യാൻ രാജസ്ഥാന് സാധിക്കുമെന്നാണ് ആരാധക പ്രതീക്ഷ.